ദേണ്ടേ ഇവിടെന്താ ഇത്രയും തിരക്ക്? നാട്ടുകാർ ഹിറ്റാക്കിയ ചെറുപ്പക്കാരുടെ ബജ്ജിക്കട. സനി തട്ടുന്ന ചിക്കൻ സമൂസയാണ് ഇവിടെ മെയിൻ. ചിക്കൻ സമൂസ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയാണോ? നല്ല കിടിലൻ വാഴയ്ക്കാപ്പം വേണ. ഇത് SI മജീദിക്ക, തൃക്കുന്നപ്പുഴയിലെ പഴയകാല ചായക്കച്ചവടക്കാരനാണ്. ബോണ്ടയായിരുന്നു ഇദ്ദേഹത്തിന്റെ മെയിൻ. 1 മണിക്കൂർ കൊണ്ട് ഈ ചെറുപ്പക്കാർ പൊരിച്ചു കൂട്ടുന്ന എണ്ണക്കടികൾക്ക് കയ്യും കണക്കുമില്ല. അത്രയും രുചികരമായി വിളമ്പിയാൽ ആളുകൾ കൊണ്ട് കയറാതിരിക്കുമോ? ഹായ്, നമസ്കാരം. പിള്ളേരെ, എന്താ വിശേഷങ്ങൾ? ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിൽ കുറേ കാലമായിട്ടുള്ളൊരു പൊരിക്കടയുണ്ട്. എൻ്റെ ബാക്കിലായിട്ട് കാണുന്ന കിസ്മത്താണെന്നാണ് പേര്. കടയുടെ പേര് കിസ്മത്ത് എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ പൊരിസാധനങ്ങളെല്ലാം തന്നെ തയ്യാറാവും. ചെറുപ്പക്കാർ തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ്. അവർ ഈ കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ചായയുടെ സെറ്റപ്പൊക്കെ ഒരുക്കുന്ന അങ്ങനെ വൈറലായിട്ടുള്ള 2 യുവാക്കളാണ്. അപ്പോൾ അവർ നാട്ടിൽ അങ്ങനെ ഒരു സംരംഭം തുടങ്ങി. നാട്ടിൽ തൃക്കുന്നപ്പുഴക്കാരൊക്കെ ഏറ്റെടുത്തൊരു സംരംഭമാണ്. ഇവരുടെ ചിക്കൻ സമൂസ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില സ്വഭാവമുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരാളുടെ കച്ചവടം ഉഷാറായി വരുമ്പം അവരെ ഒഴിവാക്കിയിട്ട് കട തുടങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം തന്നെ ഞാൻ ബിരിയാണി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ നല്ല ബിരിയാണി കച്ചവടം ഉണ്ടാകുമ്പം തൊട്ടടുത്ത് തന്നെ പുതിയ ബിരിയാണി കച്ചവടം തുടങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിവിടെ സംഭവിച്ചു. അപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നെന്ന് പറയാൻ തൊട്ടപ്പുറത്തെ കടയിലായിരുന്നു. അവിടുത്തെ ഇപ്പം പുതിയ കടയിലേക്ക് മാറി. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിശേഷം. രുചി നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആ കട തേടി ആൾക്കാർ, അത് പറയേണ്ട കാര്യമൊന്നുമില്ല, അവർ വന്നോളും. അത്രയ്ക്കും രുചികരമായിട്ടുള്ള ഭക്ഷണമാണ്. എന്നെ നിങ്ങൾക്ക് മിക്കവാറും ഈ ഒരു സ്ഥലത്ത് കാണാവുന്നതാണ്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പം തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ കിസ്മത്തിൻ്റെ പുതിയ കടയുള്ള ലൊക്കേഷൻ എന്ന് പറയുമ്പം ശങ്കേഴ്സ് ലാബിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കാണാം. മസ്റ്റ് ട്രൈ ഐറ്റം ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ചിക്കൻ സമൂസ. ഇവരുടെ ഒരു പ്രത്യേക റെസിപ്പിയിൽ തയ്യാറാകുന്ന ചിക്കൻ സമൂസ കഴിക്കാനാണ് കൂടുതലും ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നത് കേട്ടോ. നമ്മളൊരു 8 മണി 8:30 വരെ ഇവിടെ ചായ ഉണ്ടാവും. എത്ര മണിക്ക് ഒഴിക്കാൻ തുടങ്ങും? 1 മണിയാകുമ്പോൾ നമ്മൾ ചായ റെഡിയാവും. നിങ്ങൾ ഈ മറ്റേ കാറ്ററിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ പോകുമായിരുന്നോ? കല്യാണ വീടുകളിൽ ചായക്കട സെറ്റപ്പ്? നമ്മൾ ഫസ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ പരിപാടികൾക്കാണ് പോയി തുടങ്ങിയത്. കല്യാണ പരിപാടികൾ എടുത്തതിന് ശേഷമാണ് പിന്നെ ഫ്രീ ടൈം ഇങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഉത്സവപ്പറമ്പ് അതുപോലെ പരിപാടികൾ. അതായത് അപ്പം ലൈവായിട്ട് നമുക്ക് ഒഴിക്കാം, 2 മണിക്കൂർ മതി. അത് ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ നാട്ടിലും ചെയ്യുന്നു അല്ലേ? അതെ അതെ അതെ. ഉത്സവപ്പറമ്പിൽ നമുക്ക് അത്യാവശ്യം ബജിയുടെ പരിപാടിയൊക്കെ നടക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ തൃക്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ ഉത്സവത്തിനാണ് നമ്മളിവിടെ തൃക്കുന്നപ്പുഴയിൽ കട സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പിന്നെ പൊരിച്ചു വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇല്ലില്ല, എല്ലാം അപ്പം ചൂടാകുന്ന സാധനങ്ങൾ അന്നേരം പൊരിച്ച് ചൂടോടുകൂടി കഴിക്കുക. അതിനുവേണ്ടി മാത്രം നമ്മുടെ കട തേടിയ ആൾക്കാർ വരാറുണ്ട്. അതുപോലെ തന്നെ കടയിൽ ഇപ്പോൾ കച്ചവടമൊക്കെ കൂടുമ്പം ശത്രുക്കളും നാട്ടുകാർക്ക് പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ തോന്നും. അതിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരുന്ന ഒരു കട മുമ്പുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് മാറേണ്ടി വന്നു. അത് ഇതേപോലെ പലർക്കും ചെയ്യണമെന്നൊരാഗ്രഹം തോന്നി. അതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നേ ഉള്ളൂ. അവര് ചെയ്ത് അവർക്ക് എന്തെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ സാധാരണ ഒരു കാര്യമുണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് രുചി ഇഷ്ടമാണ്, അത് തേടി അവർ വരും. അതായത് എത്രയൊക്കെ കടയുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ തേടി വരും. തീർച്ചയായിട്ടും, അതൊരു സംശയമില്ല. ചായയും നമ്മുടെ ഇവിടുത്തെ ചിക്കൻ സമൂസ അത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. ഇത് രണ്ടും കഴിക്കുന്നവര് പിന്നെ ഇവിടെ വരാതിരിക്കത്തില്ല. തൃക്കുന്നപ്പുഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ തൃക്കുന്നപ്പുഴയിൽ ചിക്കൻ സമൂസ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇറക്കുന്നത് നമ്മളെ ലൈവ് ചെയ്യുന്നത് നമ്മളാണ്. ചിക്കൻ സമൂസ എന്താണെന്ന് തൃക്കുന്നപ്പുഴക്കാർക്ക് കാണിച്ചു കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. അതെ അതെ. കുറഞ്ഞ സമയം കൊണ്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും തയ്യാറാക്കുന്നത്. അല്ലാതെ ഇവിടെ പൊരിച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒരു 2 മണിയാകുമ്പോഴേ കട ഓപ്പൺ ആകത്തുള്ളൂ. 2 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ്. ബാക്കി സാധനങ്ങളൊക്കെ പിന്നീടാണ് തയ്യാറാകുന്നത്. ഇപ്പോൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടുന്ന് കഴിക്കേണ്ട ഒരു ഐറ്റമാണ് ചിക്കൻ സമൂസ. നല്ല ചായ, നല്ല കടികള്, എല്ലാം നല്ല രുചിയായ ഭക്ഷണങ്ങൾ, എല്ലാം ചൂട് സാധനം കൊടുക്കും. ഉള്ളിബജി, പരിപ്പുവട, ഏത്തക്കപ്പം എല്ലാം നല്ല. സമൂസ കഴിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സമൂസ കഴിച്ചിട്ടുണ്ട്. ചിക്കൻ സമൂസ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയാണോ? അപ്പം നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കടയില്ല. ഇപ്പം കട ഇങ്ങോട്ടൊന്ന് മാറിയിട്ടുണ്ട്. പലരും ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു ഇവിടെ എങ്ങോട്ടാണ് മാറിയേക്കുന്നത്. ശങ്കേഴ്സ് ലാബിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ചെറുപ്പക്കാർ മുന്നോട്ട് പോകുന്ന ഈ ഒരു കട. എന്തായാലും സന്തോഷം. നമ്മുടെ സ്വന്തം നാട്ടുകാരാണ് കേട്ടോ ഇവർ രണ്ടുപേരും. അപ്പോൾ അവർ വൈകുന്നേരം ഇവിടെ പോയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഉദ്ഘാടനം ഉണ്ടായിരുന്നോ? എന്തിൻ്റെ ആയിരുന്നു? അംഗനവാടിയുടെ. അത് കഴിഞ്ഞിട്ട് വന്നേ അല്ലേ? ഏത്തക്കാപ്പം ഉണ്ട്, ഉഴുന്നോടെയുണ്ട്, ബോണ്ടയുണ്ട്, ഉണ്ടാന്ന് പറയും കൊല്ലത്തൊക്കെ, നെയ്യപ്പം, മുട്ട ബജ്ജി, പരിപ്പുവട, മുളക് ബജ്ജി. ഇവിടുത്തെ ഉള്ളി ബജ്ജിയൊക്കെ മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് കേട്ടോ. അതെ, ഈ ഐറ്റത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ചിക്കൻ സമൂസ തൃക്കുന്നപ്പുഴയിൽ ആദ്യമായിട്ട് ഇറക്കുന്ന ഇവന്മാരാണ് കേട്ടോ. ഇവന്മാരെന്ന് വിളിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ടാണ് കേട്ടോ. അപ്പം
നമ്മുടെ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ ശങ്കേഴ്സ് ലാബിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ കിസ്മത്ത്